നോക്കൂ, ഒരുവൻ താൻ മുസ്ലിമാണ് എന്ന് സ്വയം അവകാശപ്പെട്ടാലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യം ഷിർക്ക് അവനിൽ സംഭവിച്ചു, കുഫർ അവനിൽ സംഭവിച്ചു എങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു തന്നെയാണ്, ബാക്കിയുള്ള പാപങ്ങൾ പോലെയല്ലാതെ. ഉദാഹരണത്തിന് അള്ളാഹു അല്ലാത്തവരെ ഒരുവൻ വിളിച്ചു തേടി, അള്ളാഹു അല്ലാത്തവരോട് ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അവന്റെ വിധി എന്താണ്? അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കുട്ടികളെ ശരിക്കും മനസ്സിലാക്കുക. ഇങ്ങനെ നമ്മൾ പറയുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല, ഒരു തെറ്റുമില്ല. നമ്മൾ എന്ത് പറയുന്നു? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ കാഫിറാണ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ മുശ്രിക്കാണ്. ഇങ്ങനെ പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, ഒരു തെറ്റുമില്ലാതെ. കാരണം അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈ ഉമ്മത്തിന്റെ ഇജ്മാഅാണ്, മുസ്ലിമീങ്ങളുടെ ഏകോപിച്ച അഭിപ്രായമാണത്. അങ്ങനെ പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഈ തക്ഫീർ എന്ത് തക്ഫീറാണ്? ഒരു വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞ് കാഫിറാക്കുന്ന തക്ഫീർ അല്ല ഇത്. തക്ഫീർ രണ്ട് ഇനമുണ്ട്. ഒന്ന് തക്ഫീറുൻ ബിൽ മുത്ലഖ്, രണ്ട് തക്ഫീറുൻ ബിൽ മുഅയ്യൻ. ഒന്ന് ഒരു കാര്യം, ഇന്ന കാര്യം ചെയ്താൽ അവൻ കാഫിറാണ്, ഇന്നത് ചെയ്യുന്നവൻ കാഫിറാണ് എന്ന് പറയൽ. രണ്ടാമത്തത് ഒരാളുടെ പേരെടുത്ത്, ഇന്ന സ്ഥലത്ത് അബ്ദുല്ലാഹ് എന്ന പേരുള്ള ഒരാളുണ്ട്, ഇന്നയാളുടെ മകൻ ഇന്നയാൾ, അവൻ കാഫിറാണ് എന്ന് പറയൽ തഈൻ ചെയ്തുള്ള തക്ഫീറാണ്, തക്ഫീർ ബിൽ മുഅയ്യൻ. വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞുള്ള കാഫിറാക്കണം. ഇത് രണ്ടിനും രണ്ട് വിധിവിലക്കുകളാണ് അല്ലാഹുവിന്റെ ദീനിൽ ഉള്ളത്. രണ്ടിന്റെയും നിയമങ്ങൾ ഒരുപോലെയല്ല, ഇതിന്റെ രണ്ടിന്റെയും നിയമങ്ങൾ ഒരുപോലെയല്ല. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ പറഞ്ഞ വാചകം അല്ലെങ്കിൽ ഇതുപോലുള്ള വാചകം ഒരു കുഴപ്പമില്ല പറയാൻ. ഏത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആരെങ്കിലും അവൻ കാഫിറാണ്, മുശ്രിക്കാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ കാഫിറാണ്, മുശ്രിക്കാണ്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുത്തവൻ കാഫിറാണ്, മുശ്രിക്കാണ്. ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഒരു വാചകം ഒരാൾ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഈ ഉമ്മത്തിന്റെ ഇജ്മാ ഉള്ള കാര്യമാണ്. അത് പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്നല്ല, അത് പറയാൻ നിർബന്ധമാണ്. അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിധിവാദകമാകും, ഇസ്ലാമിന് പുറത്തേക്ക് പോകും. അങ്ങനെ വിശ്വസിക്കാതിരുന്നാൽ. അതേസമയം നോക്കൂ, നിങ്ങൾ താൻ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ, അയാളിൽ ഇതുപോലുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വല്ല കാര്യങ്ങളും സംഭവിച്ചു, റിദ്ദത്ത് വല്ലതും സംഭവിച്ചു എങ്കിൽ അവനെ പേരെടുത്തു പറഞ്ഞ് കാഫിറാക്കുന്നതിന് ചില നടപടിക്രമങ്ങൾ അള്ളാഹുവിന്റെ ദീനിലുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ ചില നടപടിക്രമങ്ങളുണ്ട്.